Good morning, children. How are you? I hope you all are safe at home. Okay. So, let us continue our chapter 3, synthetic fibers and plastics. In the previous class, we discussed about what are synthetic fibers and the types of synthetic fibers and the characteristics of synthetic fibers. Okay, all these are we discussed in the previous class. And today we are going to discuss about how these synthetic fibers are prepared. Okay, all the synthetic fibers are prepared by a number of processes by using raw materials raw materials of petroleum origin. Petroleum origin, raw materials called petrochemicals. Okay, petroleum extraction ഉപയോഗിക്കുന്ന ഒരുപാട് raw materials ഉണ്ട്. അതിനെ എന്ത് പറയുന്നത്? പെട്രോകെമിക്കൽസ്. അതുപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? സിന്തറ്റിക് ഫൈബേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ക്ലിയർ? Okay, so synthetic fibers are prepared by a number of processes by using raw materials used in origin of petroleum called petrochemicals. Clear ayallo? Okay. Next we are going to discuss about plastics. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ച് ഏകദേശം നമ്മൾ അത് പറഞ്ഞു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, വാട്ട് ആർ സിന്തറ്റിക് ഫൈബേഴ്സ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സിലുള്ളത് എക്സാമ്പിളുകൾ പറഞ്ഞു. സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ടൈപ്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് സിന്തറ്റിക് ഫൈബേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ സിന്തറ്റിക് ഫൈബേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു നിർത്തി. അതിനുശേഷം ഇനി നമ്മൾ പ്ലാസ്റ്റിക്സിലോട്ട് കടക്കുകയാണ്. പ്ലാസ്റ്റിക്സ്, വാട്ട് ആർ പ്ലാസ്റ്റിക്സ്? അപ്പം പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യെസ്, പ്ലാസ്റ്റിക്സ് ഈസ് ഓൾസോ എ പോളിമർ. പ്ലാസ്റ്റിക് ഈസ് ഓൾസോ എ പോളിമർ ജസ്റ്റ് ലൈക്ക് സിന്തറ്റിക് ഫൈബേഴ്സ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഓൾസോ എ പോളിമർ. Clear? All the plastics do not have the same type of arrangement of units. എന്ന് പറഞ്ഞാൽ എല്ലാ തരം പ്ലാസ്റ്റിക്കിലും ഒരേപോലെയുള്ള അറേഞ്ച്മെന്റ് അല്ല അതിൻ്റെ യൂണിറ്റ്സിന്. 2 types of arrangement ഉണ്ട് അവിടെ. ഏതൊക്കെയാണ്? യെസ്, ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ് ആൻഡ് ലീനിയർ അറേഞ്ച്മെന്റ്. ലീനിയർ അറേഞ്ച്മെന്റ് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ്. ലീനിയർ അറേഞ്ച്മെന്റ്. ഇങ്ങനെ സിംഗിൾ ലൈനായിട്ട് ബോക്സ് ടൈപ്പ് വരുന്നതാണ് ലീനിയർ അറേഞ്ച്മെന്റ്. ഇനി ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലീനിയർ അറേഞ്ച്മെന്റ്, ഇത് ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ 2 types ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് ലീനിയർ അറേഞ്ച്മെന്റ് ഉള്ള പ്ലാസ്റ്റിക്സ്, സെക്കൻഡ് ക്രോസ് ലിങ്ക്ഡ് അറേഞ്ച്മെന്റ് ഉള്ള പ്ലാസ്റ്റിക്സ്. ഇനി അതിൽ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്സിന്റെ പ്രത്യേകതകളെന്ന് നമുക്ക് കാണാം അല്ലേ? പ്ലാസ്റ്റിക്സ് ഓൾ അവൈലബിൾ ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് അല്ലേ? പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ഒക്കെ ധാരാളമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം അതിനെപ്പറ്റി. ദ ഫാക്ട് ഈസ് ദാറ്റ് പ്ലാസ്റ്റിക് ഈസ് മോൾഡബിൾ and can be changed in
എനി ഷേപ്പ്. ഏത് രൂപത്തിലും പ്ലാസ്റ്റിക്സിനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും. പ്ലാസ്റ്റിക്സ് ക്യാൻ ബി റീയൂസ്ഡ്, റീസൈക്കിൾഡ്, കളേർഡ്, മെൽറ്റഡ്, rolled into sheets and made into wires. അപ്പോൾ പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അതൊക്കെ റീസൈക്കിൾ ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാം, പിന്നെന്താണ്, അതിനെ മെൽറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പ്ലാസ്റ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പ്ലാസ്റ്റിക്സ് മെൽറ്റ് ചെയ്യാം, പിന്നെ അതിനെ എന്താ ഷീറ്റാക്കി മാറ്റാം, വയേഴ്സ് ആക്കി മാറ്റാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക്സ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന് ഇത്രയധികം ഉപയോഗങ്ങൾ ഉണ്ടാകുന്നത്, വേരിയസ് യൂസസ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഇതിനെ ഈസി ആയിട്ട് മോൾഡ് ചെയ്തെടുക്കാം, ഡിഫറെൻറ്റ് ഷേപ്പിലും സൈസിലും ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അതിനെ റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാം, അങ്ങനെ മെൽറ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ഇത്രയധികം യൂസസ് പ്ലാസ്റ്റിക്സിനെ കൊണ്ട് സാധ്യമാകുന്നത്. ഓക്കെ, പിന്നെ പ്ലാസ്റ്റിക്സിന് ഒരു എക്സാമ്പിളാണ് പോളിത്തീൻ. പോളി പ്ലസ് ഇഥീൻ, പോളിത്തീൻ. Polythene is an example of a plastic. Poly plus ethene. Okay, polythene എന്ന് പറയുന്നത് it can be used for making polythene bags. Okay, polythene, example of a plastic. Poly plus ethene. Some plastic articles can be easily bent, while some break when force applied. Okay, suppose we add a hot water to a plastic bottle, it get deformed. അല്ലേ? ചൂടുവെള്ളം നമ്മൾ അതിലെ ഒരു ബോട്ടിലേക്ക്, ചിലതരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഉരുകും അടിയിൽ. അത് മിക്കപ്പോഴും അത് അത്തരം ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അത് നമുക്കത് അറിയാൻ പറ്റും. അത് ഈസിലി ഗെറ്റ് ഡീഫോംഡ്, പ്ലാസ്റ്റിക് മറ്റൊരു രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? ചിന്തിച്ചിട്ടുണ്ടോ? യെസ്. അപ്പം പ്ലാസ്റ്റിക്സ് ഗെറ്റ് ഈസിലി ഡീഫോംഡ്. സച്ച് എ പ്ലാസ്റ്റിക് ഈസ് കോൾഡ് തെർമോ പ്ലാസ്റ്റിക്സ്. അപ്പോൾ പ്ലാസ്റ്റിക്സ് തന്നെ നമുക്ക് രണ്ട് വിഭാഗത്തിൽ പെടുത്താം. ഏതൊക്കെയാണ്? യെസ്, തെർമോ പ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. ക്ലിയർ? തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ തെർമോ പ്ലാസ്റ്റിക്സ്. എന്താണ്? ഇറ്റ് ഗെറ്റ് ഡീഫോംഡ് ഈസിലി. ആൻഡ് ഇൻ ദ കേസ് ഓഫ് തെർമോ, നെക്സ്റ്റ് എന്താ പറയേണ്ടത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോസെറ്റിംഗ്. Okay, in this case there are some plastics which once molded it cannot be softened by heating. Such a type of plastics is called thermosetting plastics. Okay, ഒരു പ്രാവശ്യം അതിനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്താലും അതെന്താണ്? ഷേപ്പ് മാറത്തില്ല, അതിനെ ഡീഫോം ചെയ്യാനായിട്ട് പറ്റത്തേയില്ല. It cannot be softened by heating. In the case of thermosetting plastics, plastics which once molded it cannot be softened by heating. ഹീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഇത് അതേ ഫോമിൽ തന്നെ നിലനിൽക്കും, അതിനെ ഡീഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരം പ്ലാസ്റ്റിക്സിനെയാണ് എന്ത് പറയുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ക്ലിയർ? അപ്പം ഇത് എന്തിന്? തെർമോ പ്ലാസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഗെറ്റ്സ് ഡീഫോംഡ് ഈസിലി ബൈ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? വേരിയസ് ടൈപ്സ് ഓഫ് ടോയ്സ്, പിന്നെ കണ്ടെയ്നേഴ്സ് ആൻഡ് കോംസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ തെർമോ പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് PVC പോളിത്തീൻ. എക്സാമ്പിൾ ഇത് ബേക്ക്ലൈറ്റ്, മെലാമിൻ.
മെലാമിനാണ്, തെറ്റിപ്പോകരുത്. MELAMIN, മെലാമിൻ. മെലാമിൻ. ബേക്ക്ലൈറ്റ് ആൻഡ് മെലാമിൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് thermosetting plastics. Clear? Bakelite is a poor conductor of heat and electricity. Okay. Bakelite എന്താണ്? ഇലക്ട്രിസിറ്റിയെ ഹീറ്റിനെ കടത്തിവിടില്ല. അതാണ് bakelite is a poor conductor of heat and electricity. Bakelite is used for making electrical switches and handles of various utensils. Okay, melamine is used for various purposes and it resists fire. Melamine. Okay, these are the uses of thermosetting plastics. Clear? There are various uses of thermoplastics and thermosetting plastics. Some examples are given in your textbook. Okay. So, various uses of thermoplastics and thermosetting plastics. More examples you find out. Okay. Today we discussed about plastics. Plastics is also a polymer, just like synthetic fiber. There are two types of plastics. Thermoplastics and thermosetting plastics, and in the case of thermoplastic it get deformed easily and by heating, but in the case of thermosetting plastics it molded once, it cannot be softened by heating, and examples are there. Bakelite and melamine are the examples of thermosetting plastics, and PVC and polythene is the example of thermoplastics. And their arrangement, what is the arrangement is linear arrangement and cross-linked arrangement in plastics. Okay. So, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. Okay. Thank you.